നമസ്കാരം. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുമല്ലേ? അല്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങളെ എളുപ്പത്തിൽ എങ്ങനെ നേരിടാം, എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നുള്ളൊരു കിടിലൻ ടെക്നിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ചോദ്യങ്ങൾ, അതായത് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ ഒരു ചെറിയ പേടി തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരു പേടിയും വേണ്ട, ഇത് സോൾവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വഴിയുണ്ട്. അപ്പോ നമ്മുടെ ഈ സ്ട്രാറ്റജി പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരു ചോദ്യം തന്നെ എടുത്ത് ചെയ്തു നോക്കാം. ഇതാ ചോദ്യം സ്ക്രീനിൽ വരുന്നുണ്ട്. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? അതായത് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 വേവൽ പ്ലാൻ 1945 ജൂലൈയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്റ്റേറ്റ്മെന്റ് 2 ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ചിൽ ഇന്ത്യയിലെത്തി. സ്റ്റേറ്റ്മെന്റ് 3 മുസ്ലിം ലീഗ് 1946 ഓഗസ്റ്റിൽ ഡയറക്റ്റ് ആക്ഷന് വേണ്ടി ആഹ്വാനം ചെയ്തു. ഇനി സ്റ്റേറ്റ്മെന്റ് 4 മൗണ്ട് ബാറ്റൻ ഇന്ത്യയെ വിഭജിക്കാനുള്ള പ്ലാൻ 1947 ഓഗസ്റ്റിലാണ് പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം ശരി. ഓപ്ഷൻ ബി 1ഉം 4ഉം ശരി. ഓപ്ഷൻ സി 2ഉം 3ഉം ശരി. പിന്നെ ഓപ്ഷൻ ഡി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം ശരി. ഓക്കേ, നമ്മുടെ ആദ്യത്തെ പടി എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്ത് അത് ചരിത്രപരമായി ശരിയാണോ തെറ്റാണോന്ന് വളരെ കൂളായിട്ട് ഒന്ന് വിലയിരുത്തുക എന്നതാണ്. നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. വേവൽ പ്ലാൻ വാസ്തവത്തിൽ 1945 തന്നെയാണ് വന്നത്. പക്ഷെ മാസത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ജൂലൈയിലായിരുന്നില്ല, ജൂണിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ്സ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ചിൽ ഇന്ത്യയിലെത്തി. ഇത് വളരെ കൃത്യമായ ഒരു ചരിത്ര വസ്തുതയാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേക്ക് ആഹ്വാനം ചെയ്തത് 1946 ഓഗസ്റ്റിലാണ്. ഈ പ്രസ്താവനയും തികച്ചും ശരിയാണ്. സോ ദിസ് ഇസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൗണ്ട് ബാറ്റൻ പ്ലാൻ. അതിനെ ജൂൺ 3 പ്ലാൻ എന്നുപോലും പറയാറുണ്ട്. അപ്പോൾ പിന്നെ അത് ഓഗസ്റ്റിലാവില്ലല്ലോ. അത് പ്രഖ്യാപിച്ചത് 1947 ജൂൺ 3 തീയതിയാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ശരി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഈ 4 സ്റ്റേറ്റ്മെന്റിനെക്കുറിച്ചും നമുക്ക് മുഴുവനായി അറിയില്ല എന്ന് വയ്ക്കുക. എന്നാലും എങ്ങനെ തെറ്റായ ഓപ്ഷനുകളെയൊക്കെ ഒഴിവാക്കി ശരിയായ ഉത്തരത്തിലാറ്റെത്താം? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന എലിമിനേഷൻ ടെക്നിക്. നമ്മുടെ എലിമിനേഷൻ സ്ട്രാറ്റജിക്ക് വെറും 3 സിമ്പിൾ സ്റ്റെപ്പുകളേ ഉള്ളൂ. ആദ്യം നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക. അത് ശരിയോ തെറ്റോ ആകാം, ഒരു കുഴപ്പവുമില്ല. അതിനുശേഷം ആ ഒരൊറ്റ അറിവ് മാത്രം വെച്ച് ഓപ്ഷൻസിലേക്ക് നോക്കുക. അതുമായി ചേരാത്ത ഓപ്ഷൻസിനെ അങ്ങു വെട്ടിക്കളയുക. നമുക്ക് ആദ്യത്തെ വഴിയൊന്ന് പരീക്ഷിച്ചു നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് വേവൽ പ്ലാനിനെക്കുറിച്ചുള്ളത് തെറ്റാണെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് വിചാരിക്കുക. ബാക്കി 3 പറ്റിയും ഒരു ഐഡിയയുമില്ല. നമുക്കുറപ്പാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ചോദ്യമെന്താ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. അപ്പോ തെറ്റായ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുന്ന ഓപ്ഷനുകളെല്ലാം എന്തായാലും തെറ്റായിരിക്കും, അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് ഒറ്റയടിക്ക് ഒഴിവാക്കാം. കണ്ടോ, ഇപ്പൊ നമ്മുടെ മുന്നിൽ ഓപ്ഷൻ സി, ഡി എന്നീ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഉത്തരം കിട്ടാനുള്ള സാധ്യത 50-50 ഓക്കെ, ഇനി നമുക്ക് വേറൊരു വഴി ചിന്തിച്ചു നോക്കാം. നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് ക്യാബിനറ്റ് മിഷനെക്കുറിച്ചുള്ളത് ശരിയാണെന്ന് മാത്രമേ അറിയൂ എന്ന് കരുതുക. ബാക്കിയുള്ളവയെപ്പറ്റി ഒരു ഉറപ്പുമില്ല. ഇനി നോക്കൂ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ശരിയായ ഉത്തരത്തിൽ എന്തായാലും ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായേ പറ്റൂ, അല്ലേ? ഇനി ഓപ്ഷൻസ് ഒന്നുകൂടി നോക്കിക്കേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുന്ന ഒരേ ഒരു ഓപ്ഷൻ, അത് ഓപ്ഷൻ സി ആണ്. കണ്ടില്ലേ, ഒരൊറ്റ കാര്യം ശരിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബാക്കി എല്ലാ ഓപ്ഷനുകളും എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലെത്തി. അപ്പോൾ ഇവിടത്തെ ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 2 വഴികളിലും ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് മാത്രം ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് നമുക്കൊന്നുകിൽ ഓപ്ഷനുകൾ പകുതിയായി കുറയ്ക്കാൻ പറ്റി, അല്ലെങ്കിൽ നേരിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. അതാണ് ഈ ടെക്നിക്കിന്റെ പവർ. നമുക്കുത്തരം സി ആണെന്ന് ഒരുവിധം ഉറപ്പായിട്ടുണ്ട്. എന്നാലും നമുക്കെല്ലാം വെച്ചൊന്ന് ഡബിൾ ചെക്ക് ചെയ്ത് ആ ഉത്തരമങ്ങ് ഉറപ്പിച്ചാലോ? സ്റ്റേറ്റ്മെന്റ് 1ഉം 4ഉം തെറ്റാണ്, കാരണം മാസം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമാണ്, ശരിയാണ്. അപ്പൊ നമ്മുടെ വിശകലനം 100% കറക്റ്റായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശരിയായ പ്രസ്താവനകൾ
രണ്ടാമത്തേതും മൂന്നാമത്തേതും മാത്രമാണ്. ഇത് നമ്മുടെ ഓപ്ഷൻ സിയുമായി കൃത്യമായി ചേരുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ആൻസർ ഓപ്ഷൻ സി ആണ്. വളരെ സിമ്പിൾ. അപ്പോൾ നിങ്ങളുടെ പരീക്ഷകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഈയൊരു അടിപൊളി ടെക്നിക്ക് നമുക്ക് ഒന്നുകൂടി ഓർത്തുവെക്കാം. ഇതാണ് നിങ്ങളുടെ ടേക്ക് അവേ. അപ്പോൾ ഓർക്കേണ്ട കാര്യങ്ങളെ ഇത്രയുള്ളൂ. അടുത്ത തവണ ഇതുപോലെ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകളുള്ള വലിയ ചോദ്യം കാണുമ്പോൾ പേടിക്കേ വേണ്ട. നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ഒരൊറ്റ കാര്യം കണ്ടെത്തുക. അത് വെച്ച് ഓപ്ഷനുകളെ വെട്ടിച്ചുരുക്കുക. ഇത് നിങ്ങളുടെ വിലപ്പെട്ട സമയം ലാഭിക്കുക മാത്രമല്ല, നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പുതിയ അറിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ആത്മവിശ്വാസത്തോടെ അടുത്ത ചോദ്യങ്ങളെ നേരിടുക. എല്ലാവർക്കും വിജയാശംസകൾ.